അതാണോ ജീവിതത്തിലേക്ക് വരുന്ന കൂട്ടുകാരിക്ക് പറയേണ്ട പേര്? ഭാര്യ എന്നാണോ? നമ്മളതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ടൊന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും ആ വാക്കിന് അപകടങ്ങളുണ്ട്. ഖുർആൻ ഉപയോഗിച്ചത് എത്ര സുന്ദരമായ പദമാണ്, ഇണയും തുണയുമാണ്. പൗരാണിക ഭാരതത്തിൽ ഭാര്യയ്ക്ക് പറഞ്ഞിരുന്ന പേര് ഭാര്യ എന്നായിരുന്നില്ല, ജായ എന്നാണ് പറഞ്ഞിരുന്നത്. ജായ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അമ്മ എന്നാണ്, ജന്മം നൽകിയവളെന്ന്. പെറ്റമ്മയല്ല, പോറ്റമ്മയാണ്. എത്ര കുലീനമായ ആദരവാണ് അതിൻ്റെ അകത്തുള്ളതെന്ന് ആലോചിച്ചു. പലപ്പോഴും നമ്മൾ പെണ്ണിന് സ്വതന്ത്രമായൊരു അസ്തിത്വം പോലും കൊടുക്കില്ല. കുട്ടിക്കാലത്ത് പറയും ഇന്നാളുടെ മകളാണ്, കുറച്ചുകൂടി മുതിർന്നാൽ പറയും ഇന്നാളുടെ പെങ്ങളാണ്, കുറച്ചുകൂടി മുതിർന്നാൽ പറയും ഇന്നാളുടെ ഭാര്യയാണ്, കുറച്ചുകൂടി മുതിർന്നാൽ പറയും ഇന്നാളുടെ ഉമ്മയാണ്. പിന്നെ അവളാരാണ്? കുട്ടിക്കാലം മുതലേ അവളോട് പറയണത് നീ ഈ വീട്ടിൽ വളരേണ്ടവളല്ല, ഇവിടുന്ന് പോകേണ്ടവളാണെന്നാണ്. ചെന്ന് കയറിയ വീട്ടിൽ അവളോട് പറയണത് എന്താണ്? നീ ഇങ്ങോട്ട് വന്നു കയറിയതാണ്. പിന്നെ അവളുടെ ഇടമേതാണ്? അനീതി കാണിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ആ അനീതിയെ അത്രമേൽ ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മിൻ അംഫുസിക്കും. പുരുഷൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം സ്ത്രീയുടേതു കൂടിയാണ്. അവൾക്ക് കൂടി പകുത്തു കൊടുക്കേണ്ട പല സ്വാതന്ത്ര്യങ്ങളും അവൻ അവൻ്റേതാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ ആ അനീതി വരാതിരിക്കാനുള്ള അത്രയും ജാഗ്രതയോടുകൂടിയാണ് മിൻ അംഫുസിക്കും എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത്. ഇണയും തുണയുമാണ്, ഒന്നാകണം. നമ്മൾ ഒന്നാവുമെന്നൊക്കെ പറയൂ, പക്ഷേ പലപ്പോഴും ഒന്നാവണില്ല. ഒരാളൊരാളെ വിഴുങ്ങുന്നതിൻ്റെ പേരല്ല ഒന്നാവലെന്ന് പറയുന്നത്. ഒരു മെഴുക്, ഒരു തിരിയും കത്തുന്നുണ്ട്, മെഴുകും കത്തുന്നുണ്ട്. മെഴുകിൻ്റെ കത്തൽ തിരിയെയോ തിരിയുടെ കത്തൽ മെഴുകിനെയോ ഒരു നിലക്കും ബാധിക്കണില്ല. എന്നാൽ അത് രണ്ടും കൂട്ടിച്ചേർത്തിട്ട് മെഴുകുതിരി എന്ന് വിളിച്ചിട്ട് നമ്മളതൊന്ന് കത്തിച്ചു നോക്കൂ. തിരി കത്തുന്നതിനനുസരിച്ച് മെഴുകുരുകുന്നുണ്ട്, മെഴുകുരുകുന്നതിനനുസരിച്ച് തിരി കത്തുന്നുണ്ട്. ഇതാണ് ഒന്നാവൽ. ഒരു റൂമിൽ 2 ബൾബ് ഉണ്ടാവും, 2 ബൾബ് നമ്മൾ പ്രകാശിപ്പിക്കുന്നുണ്ട്. 2 ബൾബിൻ്റെയും വെളിച്ചം പിന്നെ ഒന്നാവുകയാണ്. ഒരു ബൾബിൻ്റെ വെളിച്ചം ഇതും, ഒരു ബൾബിൻ്റെ വെളിച്ചം ഇതും എന്ന് പറഞ്ഞിട്ട് രണ്ടും വേർതിരിക്കാൻ കഴിയില്ല. രണ്ടും ഒന്നാവുകയാണ്. ആ ഒന്നാവുക എന്ന പ്രക്രിയയാണ് വിവാഹത്തിലൂടെ സാധ്യമാകേണ്ടത്. സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, കിനാക്കൾ ഒക്കെ കണ്ട മനുഷ്യനാണ്. പലപ്പോഴും പല പെൺകുട്ടികളുടെ ഈ സ്വപ്നങ്ങൾ വിവാഹത്തോടു കൂടി അവസാനിപ്പിക്കേണ്ടി വരാറുണ്ട്, അല്ലേ? അവർ വിവാഹം കഴിച്ചത് ഇപ്പോഴാണ്. അതിൻ്റെ മുമ്പ് സ്വതന്ത്രരായൊരു മനുഷ്യനായിരുന്നു. എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്തെല്ലാം പ്രതീക്ഷകളിലേക്ക് കുതിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിച്ച് പോകുന്നുണ്ട് എങ്കിൽ എത്ര അനീതിയാണ് അവരോട് ചെയ്തിട്ടുള്ളത് എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പറഞ്ഞു വന്നത് ഇതാണ്: സ്നേഹം, അഗാധമായ പ്രണയം. ആ അഗാധമായ പ്രണയമാണ് ജീവിതത്തെ അത്രമേൽ മനോഹരമാക്കുന്നത്. ബന്ധങ്ങളൊക്കെ അത്രയേറെ ആഴമുള്ളതായി മാറണം.